ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ നമ്മളൊരു പൂച്ചേനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പൂച്ച എന്ന് വേണ്ട, നമ്മളൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ നമ്മളൊരു പെറ്റ്, ഡോഗ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഏതെങ്കിലും പെറ്റ് ആയിക്കോട്ടെ, ഡോഗ് ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, ഡോക്ടർമാർ നല്ലപോലെ ചികിത്സിക്കും, നല്ലപോലെ കെയർ ചെയ്യും എന്നൊക്കെ അല്ലേ കരുതുക. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഡയറക്ടറും പ്രൊഡ്യൂസറും ആക്ടറൊക്കെ ആയിട്ടുള്ള നാദിർ ഷാൻ്റെ ക്യാറ്റിനെ, അതായത് പൂച്ചയും കൊണ്ട് എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ന്യൂസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് കണ്ടിട്ട് വരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണിത്. ഓക്കെ, അനാസ്ഥയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് ആ ന്യൂസ് റീഡിങ്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, കണ്ടോളൂ കേട്ടോ. നമുക്കിത് കണ്ടിട്ട് അനസ്തീസിയയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച വളർത്തുപൂച്ചയെ മൃഗാശുപത്രി ജീവനക്കാർ കൊന്നുവെന്ന് നടൻ നാദിർ ഷയുടെ പരാതി. ചികിത്സാ പിഴവ് ആരോപിച്ച് പാലാരിവട്ടത്തെ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ നാദിർ ഷാ പോലീസിൽ പരാതി നൽകി. അനസ്തീസിയെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് പൂച്ചയുടെ മരണത്തിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഈ പാവത്തിനെ കൊന്നു പെറ്റ് ഹോസ്പിറ്റൽ മൃഗങ്ങൾ. വളർത്തുപൂച്ച ചക്കരയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ നാദിർ ഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പേർഷ്യൻ സ്നോബൽ ഇനത്തിൽപ്പെട്ട ചക്കരയ്ക്ക് 4 വയസ്സായിരുന്നു പ്രായം. അല്പം വികൃതിയായതിനാൽ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകും മുൻപ് മയക്കുന്ന പതിവുണ്ട്. ഇതിനായാണ് പൂച്ചയുമായി നാദിർ ഷയുടെ ഭാര്യയും മകളും എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ ശനിയാഴ്ച എത്തിയത്. അനസ്തീഷ്യ നൽകുന്നതിന് പകരം കഴുത്തിൽ കുരുക്കിട്ട് ജീവനക്കാർ പൂച്ചയെ നിർബന്ധപൂർവ്വം ഗ്രൂമിങ്ങിന് വലിച്ചു കൊണ്ടുപോയെന്ന് നാദിർ ഷാ. ഇതിന്റെ കഴുത്തില് ഒരു ചരട് കെട്ടിയിട്ട് ഇതിനെ വലിച്ച് കൊണ്ടുപോകുന്നതാണ് എൻ്റെ മോള് കണ്ടത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാറ്റിന്റെ ബോഡി അത് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു തരുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ സെഡേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഡോക്ടർ തന്നെയാണ് അനസ്തീഷ്യ നൽകിയതെന്നും ജീവനക്കാർ ക്രൂരമായി പെരുമാറിയിട്ടില്ലെന്നും ആശുപത്രി ഉടമ ഡോക്ടർ അനീഷ് ആന്റണി മനോരമ ന്യൂസിനോട് പറഞ്ഞു. ആദ്യത്തെ ഈ നഖം വെട്ടലും ക്ലീനിങ്ങും കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനൊക്കെ ശേഷമാണ് മറ്റേ, അപ്പൊ അവിടെ എല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെ കൊടുത്ത സമയത്ത് ആദ്യം നോർമലായിട്ട് പോയി. സജഷൻ പെട്ടെന്നാണ് ഇഷ്യൂസ് കാണിച്ചു തുടങ്ങിയത്. നാദിർ ഷയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നതോടെ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരും. നാദിർ ഷയുടെ പോസ്റ്റിന് താഴെ നിരവധി പേർ ഇതേ ആശുപത്രിയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളും ചികിത്സാ പിഴവുകളും സംബന്ധിച്ച്. ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് റാണി മെഡിസിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ, അതാണ് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര്. ഇതിൽ ക്ലിയർലി വിസിബിൾ ആണ് അനാസ്ഥ തന്നെയാണ് കാരണം എന്നുള്ളത്. നമ്മളൊരു പെറ്റിനെ കൊണ്ടുപോയത്, ഒരു പെറ്റ് ലവർ, അതായത് ഒരു സ്വന്തം വളർത്തു മൃഗത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്തായാലും വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു ന്യൂസ് തന്നെയാണത്. അത് എത്രയല്ല എന്ന് പറഞ്ഞാലും ആണ്. കാരണം എൻ്റെ വീട്ടിലും പെറ്റ്സ് ഉണ്ട്. കാരണം അത് നമ്മളെത്ര അതിനെ സ്നേഹിച്ച് അതിന് ഫുഡ് കൊടുത്ത് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരു ദിവസം ആരുടെയോ ഒരു അനാസ്ഥ കാരണം അത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും, നമുക്ക് എത്രത്തോളം ദേഷ്യം വരും. ഇവിടെ ഇവരുടെ സമ്മതം ഇല്ലാതെ, ഇതിൽ ചോദിക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണ്, ഇവരുടെ സമ്മതം ഇല്ലാതെ ഇതിനെ എങ്ങനെയാണ് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോവുക. പിന്നെ സെഡേഷൻ, അതായത് എന്താണ്, മയങ്ങാനുള്ള സംഭവം എന്തോ ആണ്. അത് കുത്തിവെക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പൂച്ച മരിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഓവർഡോസ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ആ പൂച്ചയ്ക്ക് എന്തെങ്കിലും അസുഖം വരണം. ഇപ്പോൾ ഡോക്ടർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടറിന് എന്താണ് ഇതിനുള്ള ക്വാളിഫിക്കേഷനൊന്നും ഇല്ലേ? എങ്ങനെയാണ് പൂച്ച എത്ര പെട്ടെന്ന് മരിക്കുന്നത്? അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ പോലും ആ ഒരു ഹോസ്പിറ്റലിൽ വരുത്തിയിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പെറ്റ്സിനെ വിശ്വസിച്ച്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പെറ്റിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കൊണ്ട് ഓടും. ഞാനൊക്കെ എൻ്റെ നായുണ്ട്, എനിക്ക് നായനൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കൊണ്ട് ഇവിടുത്തെ ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകല്. അവിടുത്തെ ഡോക്ടർമാർ പറയേണ്ട കാര്യമൊന്നുമില്ല, അടിപൊളിയാണ്. എല്ലാ കാര്യം കട്ടയ്ക്ക് നിന്ന് ചെയ്യും. ഇവിടെ മലപ്പുറം കളക്ടറേറ്റിൻ്റെ ഇടയിലാണ് ഹോസ്പിറ്റൽ വരുന്നത്.
അടിപൊളിയായിട്ട് ചെയ്യും, അടിപൊളിയായിട്ട് മരുന്ന് എഴുത് കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്യും. ഇതുവരെ ഒരു കുഴപ്പവും അവരെ പറിച്ച് പറയാനില്ല. ചില ഹോസ്പിറ്റലുകൾ, ഇത് പ്രൈവറ്റാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കണ്ടിട്ട് പ്രൈവറ്റായിട്ടാണ് തോന്നണത്. സോ ജീവനക്കാർ ഇതിനെ കഴുത്തിൽ കയറിട്ട് വലിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയണത്. സോ എത്രത്തോളം ക്ലിയർ സത്യാവസ്ഥ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം ഹോസ്പിറ്റലുകാരുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, സോ ഒരാളുടെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ മറ്റൊരാളെ വിമർശിക്കുന്നത് ശരിയല്ല. എന്നാലും ഒരു നടൻ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാം കൂടി ഒരാളാണ് കേട്ടോ. സോ ഇവരിങ്ങനെ പോസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടാവും. കാരണം ഫുൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാറ്റ് ഗ്രൂമിങ്ങിന് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് സെഡേഷൻ ചെയ്തപ്പോൾ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരിച്ചു. സോ ഈ മയങ്ങാനുള്ള മരുന്നിൻ്റെ അളവ് എന്തെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടാവും. സോ ഇവിടെ എന്തായാലും ഇവിടെ അനാസ്ഥ തന്നെയാണ്. കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, പരാതിയിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇനി കേസിൻ്റെ ഡീറ്റെയിൽസ് വരണം. ഈ ഡീറ്റെയിൽസ് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെളിയിൽ വരും. ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പറയാനുള്ളൊരു സംഭവമാണ്, ഒരുപാട് പേര് ഇതിന് ഈ ഒരു ഹോസ്പിറ്റലിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാനൊരു 2 പരാതി വായിക്കാം. സോ ഇവിടെ ഞങ്ങളുടെ സ്കൂബി ഡോഗ് കേട്ടോ സർജറി പറഞ്ഞു, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് നടത്തേണ്ട പ്രൊസീജിയർ ഒന്നും ചെയ്യാതെ നേരെ അനസ്തേഷ്യ കൊടുത്തു. നിമിഷ നേരം കൊണ്ട് അവൾ പോയി. എന്നിട്ട് ക്രിമിനൽ കമ്മീഷനാണെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തിയെ ബാക്കി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ അടുത്തത് സത്യമാണ്. എൻ്റെ പപ്പീസ് എത്രയാണ് പോയെന്ന് അറിയോ? മിണ്ടാപ്രാണികളായതുകൊണ്ട് ദയയില്ലാത്തവർ ബിസിനസ്സിന് വേണ്ടി ദൈവത്തെ ഓർത്ത് ആശുപത്രിയും തുറന്നിട്ടിരിക്കരുത്. ഞങ്ങളൊന്നും പെറ്റ് വളർത്തി മക്കളേക്കാൾ സ്നേഹിച്ചും നോക്കിയുമാണ് അവരെ വളർത്തുന്നത്. കാരണം അത് ഞങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ കഷ്ടമാണ്. പാപമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും. സോ ഒരുപാട് പേരാണ് ഈ ഒരു ഹോസ്പിറ്റലിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചിരിക്കണം. അവിടെ എന്തൊക്കെ തരത്തിലുള്ളത് നടക്കുന്നുണ്ട്, ഇതിപ്പോൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഈ കമൻ്റ് ഇടാത്ത പോയി ആ സങ്കടം സഹിച്ചിട്ടിരിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ടാവും. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് ആൾക്ക് എത്ര പേരുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സോ ഒരുപാട് പേരുണ്ട്. ഈ ഒരു ആ ഒരു നാദർഷാൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേരുണ്ട്. ആ പോസ്റ്റിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെയും കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലൊക്കെ നടത്തുമ്പോൾ, അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കെയർനെസ്സിൽ, അതേപോലെ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിട്ട് നടത്തേണ്ടതാണ്. സോ നമ്മൾ ഒരിക്കലും മിണ്ടാപ്രാണികളുടെ ജീവൻ വെച്ചിട്ട് കളിക്കരുത്. കാരണം ഈ കാലത്ത് മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ട് കളിക്കുന്ന പിന്നെയല്ലേ മിണ്ടാപ്രാണികൾ. ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സോ പോലീസ് അന്വേഷിക്കട്ടെ. നമുക്ക് എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും കാരണങ്ങൾ. സോ എന്തായാലും ഞാൻ ഇത്രയും കണ്ടതിൽ എനിക്ക് ക്ലിയർലി വിസിബിളാണ് ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും സംഭവിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അത് ഷുവറാണ്. അത് ഇനി ആരും ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. സോ പോലീസ് അന്വേഷിക്കട്ടെ, ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.